നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തായാലും ഈ കുടുംബത്തിന് ദൈവകടാക്ഷമുണ്ട്. അല്ലെങ്കിൽ ഈ വീടിപ്പോ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നേ. ദൈവമൊന്നുമല്ല, അമ്മയാ ആ സമയം തന്നെ രക്ഷിച്ചത്. അടുക്കള കയറി ഞാൻ ആ ലൈറ്റിന്റെ സ്വിച്ച് ഇടാൻ പോവായിരുന്നു. അപ്പോഴാ ഓടി വന്ന അമ്മ തടഞ്ഞത്. നീയല്ലേ സോനെ ആദ്യം കിച്ചണിലേക്ക് പോയത്? അപ്പോ നിനക്ക് ഗ്യാസ് മണത്തില്ലേ? ഇങ്ങനെ ഗ്യാസ് ലീക്കാവുന്ന കാര്യമൊക്കെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ശ്യാമേട്ടാ? പോരാത്തതിന് എന്റെ കയ്യിൽ ശ്യാമമോളും ഇരിക്കാം. അപ്പോഴല്ലേ സോനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാകേണ്ടത്. അകത്ത് നിൽക്കുകയായിരുന്ന അമ്മയ്ക്ക് ഗ്യാസ് മണത്തല്ലോ. അമ്മയ്ക്ക് അങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായതേ നിങ്ങളുടെ ഭാര്യയുടെ കുഞ്ഞിന്റെ ഭാഗ്യമാ. ശ്യാമേട്ടന് ആള് കൊള്ളാലോ. അശ്രദ്ധ കൊണ്ട് ഗ്യാസ് പൂട്ടാതെ പോയ ഏട്ടത്തിക്ക് ഒരു കുറ്റവും ഇല്ല. അതിന്റെ മണം അറിയാതെ പോയ എനിക്കാണിപ്പോ കുറ്റം. എടി, നീ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്നല്ലേ ശ്യാമു പറഞ്ഞത്, അല്ലാതെ അവൻ നിന്നെ കുറ്റപ്പെടുത്തിയതൊന്നും അല്ല. എന്നാലും അനുചേച്ചിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെന്താടി, അനുപമ മനുഷ്യ സ്ത്രീ തന്നെയല്ലേ, അല്ലാതെ ദേവതയൊന്നും അല്ലല്ലോ. ഒരു തെറ്റും കുറ്റവും ഒന്നും പറ്റാതിരിക്കാനായിട്ട് അല്ലേ? ദേവതയാണെന്നൊരു വിചാരമൊക്കെ ഏട്ടത്തിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം അമ്മയാണല്ലോ. പക്ഷെ ഞാനതൊന്നും വകവെച്ചില്ല. എനിക്കപ്പോ വന്ന ദേഷ്യത്തിന് ശരിക്കങ്ങ് കൊടുത്തു. നീ അനുശേഷി വഴക്ക് പറഞ്ഞോ? പിന്നെ പറയാതെ. ഗ്യാസ് തുറന്നു വെച്ചിട്ട് എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ നിന്നാ പറയണ്ടേ? ഞാൻ മാത്രമല്ല, എന്റെ കുഞ്ഞും കൂടി അവസാനിച്ചു പോകേണ്ടതായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ നടുക്കും ദേഷ്യവും മാറിയിട്ടില്ല. ഓ മതി സോനെ, ഒരബദ്ധമൊക്കെ പറ്റാത്തായിട്ട് ആരാ ഉള്ളത്? നിനക്ക് പറയാൻ പറ്റുന്നതിന്റെ അപ്പുറം നീ അപ്പൊ തന്നെ പറഞ്ഞില്ലേ. ഇനി അതങ്ങ് വിട്. എടുത്തി സോന കുറ്റപ്പെടുത്തിയതിന്റെ വിഷമത്തിലാണോ അമ്മ വീട്ടിലേക്ക് പോയത്? അത് മാത്രമല്ലടാ, അവക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയതിന്റെ കുറ്റബോധം കൂടിയുണ്ട്. അതാ ഒരു ദിവസം ഇവിടുന്ന് വിട്ടു നിൽക്കാമെന്ന് വെച്ചത്. നാളെ ഇങ്ങ് വരും. എന്തായാലും നീ ചെയ്തത് ശരിയായില്ല സോനെ. അനുചേച്ചി ഒരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല എന്ന് നിനക്ക് അറിയാലോ സോനെ. നാളെ നിനക്കൊരു തെറ്റ് പറ്റിയാ നിന്റെ കൂടെ നിന്റെ ഏട്ടത്തി മാത്രമേ കാണൂ. എന്തേലും കാണിക്കാം. മതി സോനെ, ഇനി അതിന്റെ പേരിൽ അവനുമായിട്ട് വഴക്കിടാനും നിൽക്കണ്ട. അനുപമ നാളെ ഇങ്ങ് വരുമ്പോ കഴിഞ്ഞതൊക്കെ മറന്ന് അവളോട് പെരുമാറിയാ മതി. എനിക്കതങ്ങനെ എളുപ്പം മറക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്കിപ്പോ മരുമകളോട് വലിയ സ്നേഹമായതുകൊണ്ട് പലതും കണ്ടില്ലെന്ന് നടിക്കാനും പറ്റും. പക്ഷെ പറ്റിപ്പോയ തെറ്റ് തുറന്ന് സമ്മതിക്കാതെ ഞാൻ മിണ്ടൂന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ആരും. അല്ല എടി, അവൾ ആ സമയത്ത് വല്ലാതെ ഭയന്നു പോയി. അതിന്റെ രാവിലെ ആവുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറും. ആ, ചിലപ്പോ അനുപമ അവളോട് ക്ഷമ പറയാനും തയ്യാറാവും. നീ വാ.